ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിലീസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗോവോ ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 2 പ്രൊഡക്ട്സിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ള 2 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മളൊരു നെക്ക് ബാൻഡ്, രണ്ടാമത്തെ ഒരു ഇയർഫോൺസും ആണ്. സോ നെക്ക് ബാൻഡ് നമ്മുടെ Gokixx 610 എന്ന് പറയുന്ന പ്രൊഡക്റ്റും അതോടൊപ്പം ഇയർഫോൺസ് Gobass 900 എന്ന് പറയുന്ന പ്രൊഡക്റ്റുമാണ്. സോ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഇയർഫോൺസിൻ്റെ വീഡിയോ ഇതിൻ്റെ അത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇയർഫോൺസ് മാറ്റിയതിന് ശേഷം നമ്മുടെ നെക്ക് ബാൻഡ് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കി നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പറും അതോടൊപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ ഗോവോയുടെ ബ്രാൻഡിങ്ങും താഴ്ഭാഗത്തായിട്ടും സെയിം അതേപോലെ തന്നെ ഒരു ഗോവോയുടെ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ റിച്ച് സൗണ്ട്, ലോങ് ബാറ്ററി ലൈഫ്, ബ്ലൂടൂത്ത് വെർഷൻ 5.0, വോയിസ് അസിസ്റ്റൻറ്റ്, IPX5, വാട്ടർ റെസിസ്റ്റൻറ്റ്, എർഗണോമിക്കൽ ഡിസൈൻ എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. സോ ബോക്സിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാണ് നമ്മൾ ഇതിനെ അൺബോക്സ് ചെയ്യേണ്ടത്. സോ ഓൾറെഡി ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. സോ നേരെ തന്നെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഡിവൈസ് ഫ്രണ്ടിലായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രണ്ടിലായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഗോവോയുടെ Gokixx 610 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതോടൊപ്പം നമുക്ക് ചെറിയൊരു പാക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ മൈക്രോ USB കേബിളും അതോടൊപ്പം നമുക്ക് നമ്മുടെ എക്സ്ട്രാ ഫ്രീ ഇയർ ടിപ്സും കൂടെ ലഭിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് USB Type C അല്ല, മൈക്രോ USB കേബിളാണ്. സോ നമുക്ക് ഇത് രണ്ടും മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ Gokixx 610ൻ്റെ യൂസർ മാനുവലാണ്. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു കാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഗോവോ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു ചെറിയൊരു കാർഡും കൂടെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. സോ നേരെ നമുക്ക് ഇതിനെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിലേക്ക് പോവാം. സോ നമുക്ക് ഇതിനെ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ Gokixx 610 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ നമുക്ക് നേരെ ഇതിനെ വെളിയിലേക്ക് എടുക്കാം. സോ ആദ്യം തന്നെ പറയാനുള്ളത്, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റ് ആണ്. ഡിസൈൻ ആൻഡ് ബിൽറ്റ് നമുക്ക് ടോട്ടലി ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിൻ്റെ ഈ ഒരു നെക്ക് ബാൻഡ്സിൻ്റെ ഈ ഒരു കുഷൻസ്, അതായത് നമ്മുടെ ഈ ഒരു സ്പോഞ്ചി കുഷൻസ് ഇരിക്കുന്ന സ്ഥലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഹോൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡീപ്പ് ബാസ് നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് മാഗ്നറ്റിക് ആണ്. സോ മാഗ്നറ്റിക് നല്ല രീതിയിൽ തന്നെ ഒട്ടിയിരിപ്പുണ്ട്. ആ ഒരു ഡിസൈനബിലിറ്റി എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് ആണ്. സോ നല്ല രീതിയിൽ തന്നെ മാഗ്നറ്റിക് ഒട്ടിയിരിപ്പുണ്ട്. അതോടൊപ്പം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പവർ ബട്ടൺ, നമ്മുടെ മൈക്കും വോളിയം റോക്കേഴ്സും കാണാനായിട്ട് സാധിക്കും. നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട്, അതായത് നമ്മുടെ മൈക്രോ USB ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ചെറിയൊരു മൈക്കും കൂടെ കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ സെക്കൻഡറി മൈക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്. കയ്യിലൊക്കെ ഒതുങ്ങുന്ന വളരെ ചെറിയൊരു നെക്ക് ബാൻഡാണ്. ഇത് നമുക്ക് പ്ലാസ്റ്റിക് ഫിനിഷ് ആണെന്ന് പറയത്തേയില്ല, വളരെ ചെറുതാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഈ ഒരു 2, അതായത് ഇയർ ടിപ്സിൻ്റെ ആ ഒരു 2 ഇയർ ടിപ്സ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റിന് കഴിഞ്ഞതിന് ശേഷം ഒരുപാടധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു സാധനമായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ മെയിൻലി നോക്കുന്ന ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. സോ ബാറ്ററി കപ്പാസിറ്റി എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് അടുത്ത് വേറൊരു സെക്ഷനിൽ അത് പറഞ്ഞുതരാം ബാറ്ററിയെ പറ്റി. സോ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. അപ്പോൾ പെർഫോമൻസ് നമ്മളിത് ടോട്ടൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 12 മണിക്കൂർ, അതായത് 24 മണിക്കൂറിൻ്റെ പകുതിയായ 12 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മെയിനായിട്ട് എനിക്ക് യൂസ് ചെയ്തതിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡീപ്പ് ബാസാണ്. അതോടൊപ്പം ഇത് IPX5 സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഒരു വെള്ളം വീണ് കഴിഞ്ഞാൽ ഒന്നും പറ്റാത്തൊരു പ്രൊഡക്റ്റാണിത്. അതോടൊപ്പം ഇതിൻ്റെ ബാറ്ററിയാണ് ചാർജിങ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ തന്നെ നമുക്ക് 12 മണിക്കൂർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചാർജിങ് ടൈം ഏകദേശം വരുന്നത് 1.5 മണിക്കൂറാണ്. അതായത് 1.5 ഹവേഴ്സ് ആണ് ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത്. അതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ടൈമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ചാർജ് ചെയ്താൽ തന്നെ ഒരുപാട് നേരം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗോവോ ഐച്ചി എന്ന അവരുടെ അടുത്ത പ്രൊഡക്റ്റായ അവരുടെ നമ്മുടെ ഇയർഫോൺസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ Gobass 900 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. വളരെ ചെറിയൊരു ബോക്സും പാക്കേജിലാണ് വരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം 1400 അടുപ്പിച്ചാണ് ബാക്കിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇത്രയൊന്നും ഇതിൻ്റെ പ്രൈസ് വരുന്നില്ല. ഇപ്പോൾ ഏകദേശം 600 രൂപ മാത്രമേ ആമസോണിലുള്ളൂ. സോ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്താണ് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. റിച്ച് സൗണ്ട്, മെറ്റാലിക് ബുള്ളറ്റ് ഫിനിഷ്, ഹൈ ഡെഫിനിഷൻ മൈക്ക്, ഹാൻഡ്സ് ഫ്രീ പിക്കപ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസാണ് കിട്ടുന്നത്. നമുക്ക് ഡിവൈസ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ചെറിയ നേരത്തെ കണ്ടോലെ ഒരു വെൽക്കം കാർഡും അതോടൊപ്പം നമ്മുടെ ഫ്രീ ഇയർ ടിപ്സ് ലഭിക്കുന്നുണ്ട്. നോക്കുക, ഇതൊരു ഇയർഫോൺസ് ആണ്, അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നേരെ നമ്മുടെ ഈ ഒരു ഇയർഫോൺസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ നോർമൽ ഇയർഫോൺസിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബട്ട് ഒരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് മെയിൻലി ഇത് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മെറ്റാലിക് ബോഡിയാണ് ഇതിൻ്റെ അത് ടോട്ടലി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഡിസൈൻ ആൻഡ് ബോഡിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക യൂസബിളും ആണ്, നല്ല രീതിയിൽ യൂസബിൾ ആയിട്ടുള്ള ഡിവൈസാണ്. പിന്നെ ഇതിൻ്റെ വയറും കാര്യങ്ങളും പറയുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആണ്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ കൺട്രോൾ വരുന്ന സ്ഥലത്തും പ്ലാസ്റ്റിക് ബിൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വോളിയം റോക്കേഴ്സും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ, അത് പിക്കപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ തന്നെയാണ് പാസ് ആൻഡ് പ്ലേ വരുന്നത്. അതോടൊപ്പം നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ഈ ഒരു ജാക്കിലും കൂടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡ് കളർ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നല്ലൊരു കട്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല മെറ്റാലിക് ഫിനിഷാണ് ഈ ഒരു ജാക്ക് കൊടുക്കുന്ന സ്ഥലത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ തറയിലൊന്നും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ജാക്കിൽ നിന്ന് ഊരി പോവില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ എൻ്റെ ഫോണിലേക്ക് ഈ ഒരു ജാക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കണക്റ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം നമ്മുടെ ഈ ഒരു രണ്ട് ഇയർഫോൺസ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ സുഖമായിട്ട്, അതായത് ഏകദേശം 200 ഗ്രാം വെയിറ്റുള്ള സ്മാർട്ട് ഫോണാണ്, സുഖമായിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഓഡിയോ ജാക്കിൽ താങ്ങുന്നുണ്ട്. സോ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് വൈസിൽ നമുക്ക് പറയാൻ വലിയ രീതിയിലൊന്നുമില്ല. കാരണം ഇതൊരു എന്താ പറയുക ഒരു ഇയർഫോണാണ്, അതായത് നമുക്ക് ചാർജിങ് ഒന്നും നോക്കാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 20 Hz അതായത് നമുക്ക് 20 Hz ആണ് മാക്സിമം. ഇതിൻ്റെ മിനിമം വരുന്നത് 20 Hz ആണ്. മാക്സിമം 20 kHz ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് അതോടൊപ്പം നമുക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കൂടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് 1 year വാറൻറ്റി കൂടെ ലഭിക്കുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഇയർഫോൺസിനും നമുക്ക് വാറൻറ്റി ലഭിക്കില്ല. ബട്ട് ഗോവോ ഇതിൻ്റെ അകത്ത് 1 വർഷത്തെ വാറൻറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ മാനുഫാക്ചറർ വാറൻറ്റിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും മാനുഫാക്ചറിങ് എന്താ പറയുക ഡിഫക്ട്സും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലാണ് നോക്കുന്നത്. സോ ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷൻ പറയാനൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ എത്ര നേരം ചാർജ് ചെയ്യുന്നു അത്രയും നേരം തന്നെയാണ് ഇത് നിൽക്കുന്നത്. സോ ഇതെനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടാന്ന് തോന്നിയതാണ്. ബട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും നമ്മൾ ബാറ്ററി ആൻഡ് ചാർജിങ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ എത്ര നേരം ചാർജ് ചെയ്യുന്നു അത്രയും നേരം തന്നെ ഇതും വർക്കാവും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാസും കാര്യങ്ങളൊന്നും കുറയില്ല. ചാർജ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു രീതിയിൽ തന്നെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഗോവോ ഫോർ സെൻഡിങ് ദീസ് 2 പ്രോഡക്ട്സ്. ആൻഡ് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ഇതിൻ്റെ റീൽസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുകൊണ്ടാണ് സൈനിങ് ഓഫ്. ബൈ.